പി.എസ്. സഞ്ജീവ് എസ്.എഫ്.ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായേക്കും. നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സഞ്ജീവ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് പ്രസിഡന്റായേക്കും. നിലവിലെ സെക്രട്ടറി പി.എം. മാർഷോയും പ്രസിഡന്റ് കെ അനുശ്രീയും സ്ഥാനമൊഴിയും. ഗോപാൽ ഷീലാസനൽ ചേരുന്നു. ഗോപാൽ, ഈ രണ്ടുപേരും സമയം 2 ടേം പൂർത്തിയാക്കിയവരാണ്. അവർ സ്ഥാനമൊഴിയും പുതുതായിട്ടായിരിക്കും വരിക. തന്നെ അത്തരത്തിൽ എസ്.എഫ്.ഐയുടെ തലപ്പത്ത് ഒരു അഴിച്ചുപണിയുടെ സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള പി.എം. മാർഷോയും പ്രസിഡന്റ് ആയിട്ടുള്ള കെ അനുശ്രീയും നിലവിൽ 2 ടേമുകൾ പൂർത്തിയാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവർ സ്ഥാനമൊഴിഞ്ഞ് പുതിയ ഭാരവാഹികളാണ് വരാനിരിക്കുന്നത്. എസ്.എഫ്.ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സഞ്ജീവിനെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ എം ശിവപ്രസാദിനെ പ്രസിഡന്റായും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കെ അനുശ്രീയെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം എസ്.എഫ്.ഐയുടെ ഒരു വനിതാ സെക്രട്ടറി വരുന്നു എന്ന തരത്തിലേക്കൊരു ചർച്ചകൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അനുശ്രീക്ക് ഒരു ടേം കൂടി കൊടുത്ത് സെക്രട്ടറിയായി പരിഗണിക്കാം എന്ന തരത്തിലേക്ക് ആലോചനകൾ വന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇളവുകൾ നൽകേണ്ടതില്ല, പുതിയ നേതൃത്വം വരട്ടെ എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം സംഘടനയ്ക്കുള്ളിൽ ഉയർന്നു വന്നു. CPM ഒരു പരിധിവരെ അത് അംഗീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുണ്ടല്ലോ അല്ലെ? അതെ, ഇരുവരും ആർഷോ പാലക്കാട് ജില്ലാ കമ്മിറ്റി, CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും അനുശ്രീ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ഉണ്ട്. അതുകൊണ്ട് കൂടി തന്നെ സംഘടനാ തലത്തിൽ അങ്ങനെ ജില്ലാ തലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം കൂടി ഉണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് എസ്.എഫ്.ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സമ്മേളനം അവസാനിപ്പിച്ചതിന് ശേഷം ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിൽ ആരൊക്കെയാണ് അടുത്ത ടേമിൽ എസ്.എഫ്.ഐയെ നയിക്കുക, പുതിയ ഭാരവാഹികൾ ആരാണ് എന്ന തരത്തിലേക്ക് നമുക്കൊരു വ്യക്തത ഉണ്ടാവും. ശരി ഗോപാൽ.